ലിയനാർഡോ എന്ന ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ ഒരു വൈദികന്റെ അടുത്തേക്ക് പോയി. തന്റെ മറ്റു പാപങ്ങൾ പറയുന്നതോടൊപ്പം ഒരിക്കൽ തന്റെ അമ്മയെ ചവിട്ടിയ കാര്യവും അമ്മയ്ക്ക് അതിൽ പരിക്കേറ്റ കാര്യവുമെല്ലാം തുറന്നു പറഞ്ഞു. ഇത് കേട്ട് വൈദികൻ പറഞ്ഞു, അപ്പനെയോ അമ്മയെയോ തൊഴിക്കുന്ന കാൽ മുറിച്ചു മാറ്റാൻ അർഹമാണ്. ഒരു ഉപദേശം എന്നോണം വൈദികൻ പറഞ്ഞ വാക്കുകൾ പാപി അക്ഷരാർത്ഥത്തിലെടുത്തു. വീട്ടിലെത്തിയപ്പോൾ യുവാവ് ഒരു കോടാലി എടുത്ത് തന്റെ കാൽ മുറിച്ചു മാറ്റി. ഈ സംഭവം പ്രദേശവാസികൾ അറിഞ്ഞു. എല്ലാവരും യുവാവിന്റെ വീട്ടിൽ ഓടിക്കൂടി. പെട്ടെന്ന് തന്നെ ഈ വാർത്ത വൈദികന്റെ കാതുകളിലും എത്തി. സംഭവം അറിഞ്ഞ ഉടനെ വൈദികൻ യുവാവിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന മാതാപിതാക്കളെയാണ് കണ്ടത്. മാതാപിതാക്കളുടെ കൂടെ വൈദികൻ യുവാവിന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. യുവാവിനെ കണ്ടപ്പോൾ വൈദികൻ ചോരയിൽ കുളിച്ച ആ മുറിഞ്ഞ കാലിനോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കുരിശടയാളം വരച്ചു. തൽക്ഷണം കാലിനോട് ചേർന്നു. യുവാവ് ചാടി എഴുന്നേറ്റു. കർത്താവിനെ സ്തുതിക്കുകയും വൈദികന് നന്ദി പറയുകയും ചെയ്തു. ആ വൈദികൻ മറ്റാരുമായിരുന്നില്ല, നമ്മുടെ അന്തോണീസ് പുണ്യാളനായിരുന്നു.